പ്രാർത്ഥനയിലോട്ട് ഏവരും സഹകരിക്കും. ഈ കസേരകളിൽ ഇരിക്കാൻ കുറെ ആളുകൾ മാത്രം ഇവിടെ ഇരിക്കുക, ബാക്കിയുള്ളവർ വെളിയിൽ ഇറങ്ങിയാണ്. ഈ കൊച്ചു കുഞ്ഞുങ്ങൾ ഈ അപ്പച്ചന്റെ കൊച്ചുമക്കളാണ് എന്നോട് ബാക്കിയുള്ളവർ വെളിയിൽ പോകണം. അല്ലെങ്കിൽ ഇപ്പൊ ദേവാലയം ക്ലോസ് ചെയ്തതായി സർവീസ്. കാരണം കസേരകൾ അങ്ങോട്ട് അടുത്ത് കൂടി ഇരിക്കാൻ പാടില്ല. നിങ്ങൾ സഹകരിക്കുക. കാരണം പോലീസുകാരോ ആളുകളോടും വിശുദ്ധിയിൽ പൂർണ്ണമാക്കപ്പെട്ടിട്ടുള്ള നീതിമാന്മാരുടെ ആത്മാക്കളോടും കൂടെ നീ ഞങ്ങളെ അടുപ്പിച്ചിരിക്കുന്നുവല്ലോ. ഈ ഭൂമിയിൽ നിങ്ങളുടെ പ്രയാണകാലത്ത് അവരോടുള്ള കൂട്ടായ്മ നിലനിൽപ്പാനും ഞങ്ങളുടെ സ്വകീയ രാജ്യത്തിൽ അവരുടെ സന്തോഷത്തിന് പങ്കാളികളായി തീരുവാനും യേശുമിശിഹാ മുഖാന്തരം കൃപ ചെയ്യണമേ. സ്വർഗത്തിലും ഭൂമിയിലുള്ള സകല വിശുദ്ധന്മാരും നിന്നെ ആരാധിക്കുന്നത് പോലെ ഞങ്ങളും ആരാധിക്കേണ്ടതിനും അവർ നിന്നിൽ ആശ്രയിക്കുന്നത് പോലെ ഞങ്ങളും നിന്നിൽ ആശ്രയിക്കേണ്ടതിനും അവർ നിന്നിൽ സന്തോഷിക്കുന്നത് പോലെ ഞങ്ങളും സന്തോഷിക്കേണ്ടതിന് അവർ നിന്നെ സ്നേഹിക്കുന്നത് പോലെ ഞങ്ങളും സ്നേഹിക്കേണ്ടതിനും അവരിലുള്ള അതേ മനോഭാവം ഞങ്ങൾക്ക് തരണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹാ മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഈ ഭൂമിയിലെ ജീവിക്കുവാനും നമ്മുടെ സർവീസ് ലഘൂകരിക്കേണ്ടതുകൊണ്ട് ഇപ്പോൾ ചാമള സെന്റ് സ്റ്റീഫൻസ് ഇടവകയുടെ റീത്ത് സെക്രട്ടറി ശ്രീ തോമസ് മാത്യു സമർപ്പിക്കുന്നു. ഇടവകയ്ക്ക് വേണ്ടി കൈക്കാരൻ ശ്രീ ജോസഫ് ഡി പണിക്കോലിൽ അനുശോചനം നൽകുന്നതാണ്. ശ്വാസം ഇടാനായിട്ട് കിഴക്ക് ഭാഗം പ്രാർത്ഥനകളിൽ നിന്ന് ശ്രീ റോസമ്മയെ ക്ഷണിക്കുന്നു. അതുകഴിഞ്ഞ് യുവജന പ്രസ്ഥാനത്തിന്റെ ആഭിമുഖ്യത്തിൽ യുവജന പ്രസ്ഥാനത്തിന്റെ റീത്ത് ശ്രീ തോമസൻ ജോർജ് അർപ്പിക്കുന്നു. ഗായക സംഘത്തിന്റെ റീത്ത് ശ്രീ അലക്സ് ടി മാത്യു. ആദ്യം റീത്തുകളുടെ വരിക, അതിനുശേഷം ഇടവകയെ പ്രതിനിധീകരിച്ച് കൈകാരൻ അനുശോചനം നൽകി. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ സർവസംസ്കാര ശുശ്രൂഷയിൽ സന്നിഹിതരായിരിക്കുന്ന, പ്രത്യേകിച്ച് നമ്മുടെ ഇടവകയിലെ ശുശ്രൂഷയിൽ ഇടവകച്ചാർജന്യമായിരിക്കുന്ന പ്രത്യേക ബഹുമാനം സ്നേഹമുള്ള അച്ഛൻ, അതുപോലെ തന്നെ സഭയുടെ
ചാർജ് വഹിക്കുന്ന ശുശ്രൂഷയിലായിരിക്കുന്ന ജസ്റ്റിൻ കമ്മിഷോർ, കുടുംബത്തിലെ അംഗമായിരിക്കുന്ന വിജയച്ചൻ, മറ്റ് കടന്നുമായവർക്കും കർത്താവായ ശിശുക്കൂരിലെ സ്നേഹമായിരിക്കുക. ഇന്ന് വെളുപ്പിനെ 4 മണിക്ക് കട്ടുസതയിൽ ചേർക്കപ്പെട്ടിരിക്കുന്ന നമ്മുടെ ഏറ്റവും പ്രിയ സ്നേഹമുള്ള പാപ്പൻ സാറ് എന്നറിയപ്പെടുകയും അതുപോലെ തന്നെ ഒഫീഷ്യൽ പേരിൽ അറിയപ്പെടുന്ന എബ്രഹാം സാറ് താമസിച്ചിരുന്ന ഭവനത്തോടും പ്രിയ സഖിയോടും കുഞ്ഞുങ്ങളോടും നാട്ടുകാരോടുമെല്ലാം ഇവിടെ വന്നിരിക്കുന്നു. ഇന്ന് നമ്മൾ കടന്നു വന്ന ആദ്യ യാത്രയെ തുടരുവാൻ ദൈവം നമുക്ക് ഇടം നൽകി. പ്രിയ പാപ്പൻ സാറിനെ എനിക്ക് ചെറുപ്പകാലം മുതൽ തന്നെ അറിയാൻ. ഞങ്ങൾ ഈ സഭയുടെ സൺഡേ സ്കൂൾ മുതൽ അതുപോലെ തന്നെ യുവജന തലത്തിൽ ഒക്കെ പ്രവർത്തിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ 1973 ഇവിടെ നിന്നും വയനാട്ടിൽ പോവുകയാണ്. അതിനുശേഷം സാറിന്റെ 73 ഞാൻ യാത്ര സാറിന്റെ ജോലിയിലേക്കൊക്കെ യാത്ര അയച്ച ശേഷമാണ് ഞാൻ പോകുന്നത്. പിന്നുള്ള സാറിന്റെ ജീവിതമൊക്കെയും ഒരു 33 വർഷത്തിന് ശേഷമാണ് ഞാൻ കണ്ടത്. ഇതിനിടയിൽ സാറ് ഈ സഭയുടെ പല സ്ഥാനങ്ങളിലും സഭാ ചാർജില് സാറ് പങ്കാളിയായിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സന്ദർശക സെക്രട്ടറി തുടങ്ങി യുവജന സെക്രട്ടറി, കൈക്കാരൻ, അമ്മയ്ക്കമ്മ, അതുപോലെ തന്നെ ജീവിതത്തിൽ നല്ലൊരു പങ്ക് സഭയ്ക്ക് വേണ്ടി വഹിക്കുവാൻ സാറിന് കഴിഞ്ഞിട്ടുണ്ട്. ഇത്രത്തോളം സഭയ്ക്ക് വേണ്ടി പ്രയത്നിച്ച ഇന്ന് നമ്മയെല്ലാം വിട്ട് കടന്നു പോയിരിക്കുന്നതാണ്. അത് ദൈവത്തിന്റെ ഒരു നിയമമാണ്. വാർദ്ധക്യത്തിലേക്ക് വാർദ്ധക്യപരമായ അസുഖത്തിലായാലും മറ്റേതില്ല വാർദ്ധക്യ ദൈവം തരുന്നൊരു ജ്ഞാനമാണ്. അത് അനുഭവത്തിലേക്ക് പറയുന്നത് നമ്മൾ ദൈവത്തോടു കൂടെ ആയിരിക്കുന്ന അവസ്ഥകളുണ്ട്. ഞാൻ സാധാരണ അതേപ്പറ്റി പറയുന്നത് കൊടി പണ്ട് 12-ാമത്തെ ഏഴാം പറയുന്നത് കൊടി പണ്ടായിരുന്നു പോലെ കൊടിയിലേക്ക് അടങ്ങിച്ചേരുമെന്നാണ്. എന്നാൽ ആത്മാവ് അവനെ ഏൽപ്പിച്ച ദൈവത്തിന്റെ മക്കളിൽ അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ നമ്മുടെ ചെറിയ സാറിന്റെ ആത്മാവ് ദൈവത്തിന്റെ മക്കളാണ്. അങ്ങനെ ദൈവത്തിന്റെ മക്കൾ സാറിന്റെ ആത്മാവ് എത്തിച്ചേരണമെങ്കിൽ, അല്ലെങ്കിൽ ഇതുപോലെ മരിക്കുന്ന ഒരു വ്യക്തിയുടെ ആത്മാവ് എത്തിച്ചേരണമെങ്കിൽ പുറത്തേക്ക് കൂടിയിരിക്കരുത്. അദ്ദേഹത്തിന്റെ പ്രവർത്തകർ തുടർന്ന് അങ്ങനെ നമ്മൾ ദൈവത്തിന്റെ മക്കളുള്ള മനസ്സിൽ നമ്മുടെ ആത്മാവ് എത്തണമെങ്കിൽ നമ്മൾക്ക് വേണ്ടി ജീവൻ നൽകി മരിച്ച് അടക്കപ്പെട്ട് രക്ഷയുടെ അനുഭവത്തിലേക്ക് നമ്മെ കണ്ടുകൊണ്ടുവന്നതായിട്ടുള്ള കർത്താവായ യേശുവിനോടുകൂടെ നമ്മുടെ ജീവനായിരിക്കണമെന്നാണ് തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനത്തില് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. തെസ്സലോനിക്കരുടെ ലേഖനം 3-ാം വാക്യത്തിൽ പറയുന്നത്, നിങ്ങൾ മരിച്ച നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ വന്നിരിക്കുന്നു. അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു പ്രത്യാശ. നമ്മൾ ജീവിക്കുന്ന കാലത്തേക്കുള്ള ദൈവമാണ്. നമ്മൾ ജീവിക്കുന്ന കാലത്ത് എങ്ങനെ മരിച്ചു എന്നുള്ളതല്ല, എങ്ങനെ ജീവിച്ചു നമ്മൾ മരിച്ചു എന്നുള്ളതാണ് ദൈവം അന്വേഷിക്കുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെ ജീവിച്ചു എന്നുള്ളത് കണക്ക് കൂട്ടുമ്പോൾ മാത്രമേ നമ്മൾ മരിക്കുമ്പോൾ ക്രിസ്തുവിനോടുകൂടെ നമ്മുടെ ജീവൻ ദൈവത്തിൽ വന്നിരിക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെ വരുമ്പോൾ മാത്രമാണ് നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ ആത്മാവ് ദൈവത്തിന്റെ സന്നിധിയിൽ എത്തുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് കൂടുതൽ സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് കടന്നു വന്ന ഏവർക്കുമേ നമ്മൾ ഇന്ന് ഈ സാറിന്റെ ദേവയോഗത്തിൽ പങ്കുകൊള്ളുമ്പോൾ നമ്മൾ ഒരു കാര്യം ചിന്തിക്കേണ്ടത്, ഇതുപോലെ നമ്മുടെയൊക്കെ ഭവനത്തില് അപ്പനമ്മമാർക്ക് മക്കൾ നഷ്ടപ്പെടുന്ന അവസ്ഥകളാണ്, മക്കൾക്ക് അപ്പനമ്മമാർ നഷ്ടപ്പെടുന്ന അവസ്ഥകളാണ്, ബന്ധുമിത്രാദികൾക്ക് നഷ്ടപ്പെടുന്ന പല കാര്യങ്ങളിലും. അതുകൊണ്ട് നമ്മൾ ജീവിക്കുന്ന കാലമൊക്കെയും കർത്താവായി ജീവിക്കുവാൻ, നല്ല പ്രവൃത്തികൾ ചെയ്ത് പൗലോസിനെ പോലെ നല്ല ഒരു ഓട്ടം നയിക്കുവാൻ നമ്മൾ കാത്തിരിക്കുക. അതിനുവേണ്ടി ഈ കുടുംബത്തില് അതുപോലെ തന്നെ പ്രിയ വിജയത്തിനെ കൊടുക്കേണ്ടതായിട്ടുള്ള പ്രത്യേക സാഹചര്യമാണ്. ഇവിടുത്തെ മക്കളുടെ ഗാനങ്ങളൊക്കെയും വിജയത്തിന്
ലഭിച്ച അവസരങ്ങളൊക്കെ നഷ്ടമാക്കാതെ നല്ലൊരു വൈദ്യ പഠനം നടത്തി അച്ഛനായിരിക്കുവാനും ഒക്കെ ഇവിടെ നടക്കുകയും സാറിന്റെ കഴിവെന്ന് മാത്രമേ സംസാരിക്കുവാനും പറയാൻ എനിക്ക് സാധിക്കും. അതുകൊണ്ട് ദുഃഖത്തിലായിരിക്കുന്ന ഈ ഒരുപാട് ദുഃഖത്തിലായിരിക്കുന്ന കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടത്, പ്രത്യേകിച്ച് സഹോദരനെ, അതുപോലെ തന്നെ മക്കളെ കൊച്ചുമക്കളെ വിദേശത്തായിരിക്കുന്നത് ഏവർക്കും ഇടവകളുടെ പേരിലുള്ള അനുശോചനത്തെ രേഖപ്പെടുത്തിക്കൊണ്ട് പ്രാർത്ഥനയുടെ സ്നേഹത്തോടും കൂടെ ഞാൻ എൻ്റെ പ്രസംഗം അനുശോചന പ്രസംഗം ദൈവനാമത്തിനുണ്ടാകട്ടെ. ബഹുമാനപ്പെട്ട ഈ സഭയുടെ ശുശ്രൂഷകരായിരിക്കുന്ന ജസ്റ്റിൻ സാറിന്, ഉദ്ഘാടകരായിരിക്കുന്ന പ്രിയമുള്ളവരെ ഏവർക്കും എൻ്റെ സ്നേഹമാണ്. പുസ്തകം ഓരോരുത്തരും എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം 1-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: കൂടാരമായ ഞങ്ങളുടെ ഭൗമ ഭവനം കഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നു. ഈ കൂടാരത്തിൽ ഞങ്ങൾ ഇറങ്ങിക്കൊണ്ട് ഇരിക്കുന്നില്ല, ഇതിന് ഉപരിയായിട്ട് ഞങ്ങൾക്കൊരു വീട് കർത്താവ് ഒരുക്കുന്നു. പ്രിയപ്പെട്ടവരെ, എന്നെ സംബന്ധിച്ച് ഈ അബ്രഹാം സാറിന്റെ വ്യക്തിപരമായിട്ട് എനിക്കറിയില്ല. ഞാൻ ഇന്നാണ് ആദ്യമായിട്ട് അദ്ദേഹത്തെ കാണാം. ഈ ഇടവകയുടെ ഒരു പത്രക്കാരൻ എന്ന നിലയിൽ നിയമം ലഭിച്ചതിന് ശേഷം ആരാധനയൊന്നും നടന്നിട്ടില്ല. വീടുകളൊന്നും പോകാനുള്ള സാഹചര്യം ഉണ്ടായിട്ടത് തന്നെ എനിക്ക് കാണാൻ സാധിച്ചു. പക്ഷേ ഈ പ്രിയ പിതാവിന്റെ മക്കളെ മൂത്ത മകനായിരിക്കുന്ന അജി, വിദേശത്ത് ഇരിക്കുന്നതിന്റെ സഹോദരൻ ഷൈനി കുഞ്ഞുങ്ങൾ, അവരെ മൈനാപ്പള്ളി ഇടവകയിലാണ് ആരാധനയിലും സൺഡേ സ്കൂളിലും ഒക്കെ സംബന്ധിക്കുന്നത്. അങ്ങനെയുള്ള വിജയചരമായിട്ടുള്ള പരിചയം കഴിഞ്ഞ വർഷത്തെ ഇവിടുത്തെ കൺവെൻഷൻ വന്ന സമയത്ത് അച്ഛനെ കാണാനൊക്കെ ഇടയായി. ഇങ്ങനെയുള്ള ഒരു കാര്യം. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ തലമുറകളിലൂടെ ഈ പിതാവിനെ ഒന്ന് മനസ്സിലാക്കാൻ ഇടയായി. ഒരു അധ്യാപകനായിട്ട് ജീവിച്ചു, ഒരു സാമൂഹ്യ പ്രവർത്തകനായിട്ട് ഈ സമൂഹത്തിന് നന്മ ചെയ്തു, ദേവാലയത്തോടുള്ള ആഴമായ ബന്ധത്തിൽ ജീവിച്ച് ഒരു ആരാധകനായിട്ട് മുൻപോട്ട് ജീവിച്ചു. 75 വർഷം ഈ ലോകത്ത് ജീവിക്കാനുള്ള ആയുസ്സും ആരോഗ്യവും കർത്താവ് പ്രദാനം ചെയ്തു. എന്നാൽ ചില നാളുകളായിട്ട് ക്ഷീണിതനായിട്ടും രോഗിയായിട്ടും കാലഘട്ടം വിശുദ്ധ വേദപുസ്തകത്തിന്റെ അസന്നിഗ്ധമായ ഭാഷ നമ്മെ ഓർപ്പിക്കുന്നത് മരണം ഒരു യാഥാർത്ഥ്യം. അത് എല്ലാ മനുഷ്യരും ഈ ഭൂമിയിൽ മനുഷ്യനായി പിറന്ന എല്ലാവരും ഒരു ദിവസം മരിക്കും. എന്നാൽ ക്രിസ്തീയ വിശ്വാസം ഉദാത്തമായി നമ്മെ പഠിപ്പിക്കുന്നത് ഈ മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട് എന്ന സത്യമാണ്. അതിന് തെളിവല്ല, എപ്പോഴും ഒരു റീസണിങ് ഉണ്ട്, റീസൺ ഉണ്ടാവും, കാരണമുണ്ടാവും, ഒരു ബോധ്യമുണ്ടാവും. ആ ബോധ്യമാണ് യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ്. യേശുക്രിസ്തു മരിച്ചിട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റതുകൊണ്ട് എല്ലാ മനുഷ്യരും ഒരു ദിവസം ഉയർത്തെഴുന്നേൽക്കും എന്നത് സത്യം. അതുകൊണ്ട് പ്രിയപ്പെട്ട അബ്രഹാം സാറ് ഇന്ന് ഇവിടെ നിന്ന് മാറ്റപ്പെടുകയാണ്. അദ്ദേഹം വിശ്രമത്തിലേക്ക് പോകുകയാണ്. എന്നാൽ ഒരു ദിവസം അദ്ദേഹം ഉയർത്തെഴുന്നേൽക്കും. ദിവസം വായിച്ചു കേട്ടു, കർത്താവ് നിർവീര്യമാകുന്നതോടും പ്രധാന ശബ്ദത്തോടും ദൈവത്തിന്റെ കാലത്തോടും കൂടി വരുന്നതായ ദിനത്തില് പ്രിയപ്പെട്ട അബ്രഹാം സാറിനെ നമ്മൾ കാണാം. ആ സുദിനത്തിനായി നമുക്ക് കാണാം. അദ്ദേഹം കാണിച്ചു തന്ന ഒത്തിരി വരാൻ മാത്രമേ മക്കളിലൂടെയാണ് അദ്ദേഹത്തെ മനസ്സിലാക്കിയെന്ന് പറയുന്നത് ചുമ്മാ അതിശയോക്തി പറയുന്നത്. മക്കൾക്ക് ദൈവം കൊടുത്ത നന്മകൾ ഇദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഒരു സാക്ഷ്യമാണ്. ഒരു മകനെ ദൈവീക വേലക്കാരനായി അയക്കാനുള്ള ത്യാഗവും സന്നദ്ധതയും അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ രാവുകളാണ്. അതുകൊണ്ട് ഈ ധന്യനായ അനുഗ്രഹീതനായ ഒരു മനുഷ്യന്റെ ഭൗതിക ശരീരത്തിന് മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ഈ സമൂഹത്തിലുള്ള ഈ കോവിഡിന്റെ ഒരു പ്രതിസന്ധി ഇല്ലായിരുന്നെങ്കിൽ ഈ ദേവാലയം ഇറങ്ങി കവിഞ്ഞ് ഇതിന്റെ പരിസരങ്ങളൊക്കെ ഇറങ്ങി കവിഞ്ഞ് ആളുകളുടെ കൂടുമായിരുന്നു. എന്നാൽ ഈ ഒരു പ്രതിസന്ധി ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാൻ
ഈ ക്രമീകരണങ്ങളോട് സഹകരിച്ച് സ്വാഗതം ചെയ്യും. പ്രിയപ്പെട്ട ഇബ്രാഹിം സാറിന്റെ ധന്യമായ ജീവിതത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയപ്പെട്ട എല്ലാവരെയും, അദ്ദേഹത്തിന്റെ സഹധർമ്മി, മക്കൾ, മരുമക്കൾ, കൊച്ചുമക്കൾ, മറ്റ് പ്രിയപ്പെട്ടവർ എല്ലാവരോടും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന മേലാപ്പള്ളി, അതോടൊപ്പം ഇവിടുത്തെ ശുശ്രൂഷകൻ എന്ന നിലയിൽ ഈ ഇടവകയിലൊക്കെ പേരിലുള്ള അനുശോചനം അറിയിക്കുന്നു. ദൈവം നിങ്ങളെ ബലപ്പെടുത്തട്ടെ, ആശ്വസിപ്പിക്കട്ടെ. വീണ്ടും കാണാമെന്നുള്ള പ്രത്യാശയോടെ അദ്ദേഹത്തെ യാത്ര അയക്കാം. അതിന് ദൈവം എല്ലാവരെയും ബഹുമാനട്ടെ. ഇപ്പോൾ ഗായക സംഘത്തെ പ്രതിനിധീകരിച്ച ശ്രീ അലക്സ് ടി മാത്യുവും യുവജന പ്രസ്ഥാനത്തെ പ്രതിനിധീകരിച്ച ശ്രീ തോംസൺ ജോർജും വേദികൾ സമർപ്പിക്കും. കിഴക്ക് ഭാഗം പ്രാർത്ഥനാ ഗ്രൂപ്പിനെ പ്രതിനിധീകരിച്ച റോസം ഇവിടെ നമുക്ക് ഈ സമയം മുമ്പോട്ടുണ്ടെന്ന് അറിയുന്നു. അതുകൊണ്ട് ഒരു നമ്മുടെ ക്രമം അനുസരിച്ച് ഇടവകയിൽ പള്ളിയിൽ വെച്ചുള്ള ശുശ്രൂഷകളുടെ കമ്മിറ്റിയെ പ്രതിനിധീകരിച്ച ഒരാളും, അത് കഴിഞ്ഞ് ഇടവകയുടെ ഉത്തരവാദപ്പെട്ട ആളിൽ നിന്ന് മാത്രം അനുശോചനം കഴിഞ്ഞ് അത് കഴിഞ്ഞ് സർവീസ് ക്ലോസ് ചെയ്യുക. അതൊക്കെ അത് കഴിഞ്ഞ് അതിന് പുറത്ത് ഒരു ഓവർ ടോക്കിങ്ങിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് ഏറ്റവും നമ്മൾ ഈ അനുചിതമാണ് ഇങ്ങനെയുള്ള ഈ സംസ്ഥാനം ഒരു ശുശ്രൂഷ ഭംഗിയായിട്ട് ഭയഭക്തിയോടെ ചെയ്യാനായിട്ട് നമ്മൾ സാധിക്കണം. അതാണ് ഒരു വിശ്വാസ സമൂഹത്തിന്റെ ബലം. ഞാൻ പറയുമ്പോൾ ഞാൻ പറഞ്ഞ വാക്കുകളിൽ അറിയാൻ വയ്യാത്ത ഒരാളെ കുറിച്ച് ഏറ്റവും നല്ല രീതിയിൽ ഞാൻ അനുശോചന പ്രസംഗം ചെയ്യും. നമ്മൾ മനസ്സിലാക്കും. അതുകൊണ്ട് അച്ഛൻ ഇടവപ്പെട്ടക്കാരൻ പ്രസംഗിച്ച് കഴിഞ്ഞിട്ട് അതിന് പുറത്ത് ഒരാൾ പ്രസംഗിക്കാനാണ്. ബിഷപ്പ് ഉണ്ടെങ്കിൽ ലാസ്റ്റ് ബിഷപ്പ്, അത് കഴിഞ്ഞിട്ട് അവർക്ക് അച്ഛനോട് പ്രസംഗിക്കാൻ അവസരം. ഇതാണ് അപ്പോ 23-ാം സങ്കീർത്തനത്തിൽ 1-ാം വാക്യം ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ആരെങ്കിലും വിലയിരുത്തുന്നവർ കാണാനായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു അകലം ക്രമീകരിച്ച് കയറി വന്നിട്ട് ഈ സൈഡിലെ വാതിൽ തുറക്കും. ആ കണ്ട ഈ വാതിലൂടെ ഇറങ്ങി പോകാം. കാണാനായിട്ടുള്ള നിങ്ങൾക്ക് ഒരു സാമൂഹിക അകലം പാലിച്ച് ഇവിടെ വന്ന് ഈ ബോർഡ് കണ്ടതിന് ശേഷം വെളിയിൽ ഇറങ്ങി പോകാനായിട്ട് അവകാശമുണ്ട് എന്ന കാര്യം ഓർമ്മിക്കുന്നു. അതിനുശേഷം പിന്നെ കാണാനായിട്ട് തിരക്ക് കൂട്ടരുത് എന്ന കാര്യം അറിയിക്കുന്നു. 23-ാം സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യം എന്ന് പറയുന്നു, യഹോവ എന്റെ ഇടയൻ ആകും, എനിക്ക് ഉണ്ടാകും.
അതിന്റെ വെളിയിലുള്ള വാക്യപ്രകാരമാണ് കൂടുതൽ താഴ്വരയിലൂടെ നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. ലാസ്റ്റ് വാക്യം, യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ഈ സംഗീതപ്രകാരമായ ദാവീദ് ഈ സംഗീതത്തിൽ എഴുതുമ്പോൾ ആ സംഗീതത്തിൽ അദ്ദേഹം ഈ പറഞ്ഞ രണ്ട് കാര്യമാണ്. നമ്മൾ കൂടുതൽ താഴ്വരയിലൂടെ നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. അവസാനത്തെ വാക്യം, യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ഈ പൂർണ്ണ താഴ്വര എന്നതിന് വിശുദ്ധ വേദപുസ്തകത്തിൽ നൽകുന്ന ശരിയായ പരിഭാഷ, മലയാളത്തിൽ ട്രാൻസ്ലേഷൻ കാർഡ് കൊടുത്തിരിക്കുന്ന ശരിയായ പരിഭാഷ എന്ന് പറയുന്നത് മരണനിഴലിന്റെ താഴ്വരയിലൂടെ നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോട് കൂടെ ഇരിക്കുന്നവൻ നിന്റെ വഴിയിൽ പോലും എന്നെ ആശ്വസിക്കും. അപ്പൊ ഈ മരണനിഴലിന്റെ താഴ്വരയിലൂടെ നടക്കുന്ന അനുഭവം, മരണത്തിന്റെ താഴ്വരയിലൂടെ നടന്നു പോകുന്ന ജീവിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അതുപോലെ അവസാനത്തെ വാക്യം പറയുന്നു, ജീവിതത്തിന്റെ ഒരു പ്രതീക്ഷയായിരിക്കുന്ന, ജീവിതത്തിന്റെ പ്രത്യാശയായിരിക്കുന്ന ദൈവത്തിന്റെ ഭവനത്തിലെ നമുക്ക് ചെന്ന് ചെയ്യാമെന്നുള്ള ഒരു പ്രത്യാശ. അതുകൊണ്ട് ഈ മരണനിഴലിന്റെ താഴ്വരയിലൂടെയും ജീവിതത്തിന്റെ പ്രത്യാശയിലൂടെയൊക്കെ മുന്നോട്ട് പോകാനായിട്ട് ദൈവം നമ്മളെ വിളിച്ച് വേർതിരിച്ചിരിക്കും. ഇതെങ്ങനെ സാധിക്കും? മരണനിഴലിന്റെ താഴ്വരയിലൂടെ നടക്കുന്നവർക്ക് പ്രത്യാശ ഉണ്ടാകുന്നതും ദൈവം ഒരുക്കുന്നതായ ഒരു ഭവനത്തിൽ ചെന്ന് ചെയ്യാമെന്നുള്ള നിശ്ചയം ലഭിക്കുന്നത് എങ്ങനെയാണ് സാധിക്കുന്നത്? അതിലൊന്നാം വാക്യത്തിൽ മൂന്ന് കാര്യങ്ങൾ പഠിപ്പിക്കുക. ദൈവത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ്, ദൈവത്തെക്കുറിച്ചുള്ള ബോധ്യങ്ങളെ ഓർപ്പിക്കുക. ബോധ്യം എന്ന് ചോദിച്ചാൽ യഹോവ എന്റെ ഇടയൻ ആകും. The Lord is my shepherd. Lord എന്ന് പറയുന്നത് എപ്പോഴും യുണീക്നെസ്. ദൈവത്തെ പോലെ ആരെയില്ല. ദൈവം യുണീക്കാണ്, നിസ്തുല്യനാണ്. അപ്പൊ ദൈവത്തിന്റെ നിസ്തുല്യതയാണ് നമ്മുടെ ജീവിതത്തെ പ്രത്യാശയുള്ളതാക്കി മാറ്റുന്നത്. ഈ നിസ്തുലനായ ദൈവവുമായിട്ടുള്ള ഈ ദൈവം എന്റേത് എന്ന് പറയാൻ കഴിയുന്നതായ ഒരു അനുഭവം, നിസ്തുലനായ ദൈവം എന്റേത് എന്ന് പറയാൻ കഴിയുന്ന ഒരു ജീവിത അനുഭവമാണ് ക്രൈസ്തവ ജീവിത അനുഭവം. മറ്റൊന്ന്, ഈ ദൈവം കർത്താവാണ് എന്ന് പറയാൻ യേശുവിനെ കർത്താവെന്ന് ഹൃദയത്തോടെ വിശ്വസിക്കുകയും വായോടെ ഏറ്റുപറയുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. യേശുവിനെ കർത്താവെന്ന്, യേശുവിനെ നിസ്തുലനായിട്ട് കഴിയുന്നതല്ല, യേശുവിനെ കർത്താവെന്ന് വിശ്വസിക്കാനായിട്ട് കഴിയുന്ന ഒരു ജീവിതം. മൂന്നാമതായ പുസ്തകം പഠിപ്പിക്കുന്നത് അവൻ എന്റെ ഇടയനാണ്. This God is my shepherd. അവൻ എന്റെ ഇടയനാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വിശ്വാസ ജീവിതം. അങ്ങനെയുള്ള ഒരു ജീവിതത്തിന് അർത്ഥവത്തായിട്ട് നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കും, അർത്ഥവത്തായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. നമ്മുടെ ഈ ലോകത്തില് മരണവും യാഥാർത്ഥ്യവും എല്ലാ മനുഷ്യരും മരിക്കും. ഓരോ ഭൗതിക മൃതശരീരങ്ങൾ നമ്മോട് അർപ്പിക്കുന്ന ഏറ്റവും വലിയ സന്ദേശം എന്ന് പറയുന്നത് ഇത് ഞാൻ നാളെ. അതുകൊണ്ട് ഈ മരണത്തിന്റെ പശ്ചാത്തലങ്ങളൊക്കെ നാം മനസ്സിലാക്കേണ്ടത് യേശുക്രിസ്തുവിനെ കർത്താവിന്റെ രക്ഷകനായി അംഗീകരിച്ച് നല്ലവനായി സ്വീകരിച്ചു പറഞ്ഞ് മുൻപോട്ട് ജീവിക്കുവാനുള്ള പ്രത്യാശ അനുഭവിക്കാനായിട്ട് സാധിക്കും. ഇന്ന് നമ്മുടെ ശുശ്രൂഷയിൽ സമർപ്പിക്കുന്ന മുൻവികാരി പ്രത്യേകിച്ച് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് ദൈവസ്ഥലയിൽ വരാം. നമുക്ക് എല്ലാവർക്കും എഴുന്നേൽക്കാം. സൃഷ്ടിച്ചു നിത്യമായി
പ്രാർത്ഥനയ്ക്കാകണം ഈ പ്രാർത്ഥനകൾക്ക് മാത്യൂസ് ദൈവയുടെ ചിന്തയാണ്. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ന്യായവിസ്താരത്തിൽ പ്രവേശിപ്പിക്കരുതേ. ഭക്തന്മാരുടെ മരണം നീതിമാന്മാരെന്നേക്കും ജീവിക്കും. നീതിമാന്മാരുടെ ആത്മാക്കൾ ദൈവത്തിന്റെ കയ്യിലാകുന്നു. കർത്താവിൽ മരിക്കുന്ന മുതന്മാർ ഭാഗ്യവാന്മാർ. ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും. നിന്റെ സന്നിധിയിൽ സന്തോഷപരിപൂർണതയും. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദുശക്തിയുള്ള ദൈവമേ, കർത്താവിലൂടെ വിട്ടുപോകുന്ന ആത്മാക്കൾ നിന്നോടുകൂടെ വസിക്കുകയും വിശ്വാസികളുടെ ആത്മാക്കൾ ശരീരത്തിന്റെ ഭാരം നീക്കപ്പെട്ട ശേഷം നിന്നോടുകൂടി ആനന്ദത്തിലും ഭാഗത്തിലും ഇരിക്കുകയും ചെയ്യുന്നത് ഞങ്ങളുടെ പ്രിയ പിതാവിനെ പാപലോകത്തിലെ കഷ്ടങ്ങളിൽ നിന്ന് വെടിയുവാൻ നിനക്ക് ഇഷ്ടം തോന്നിയിരിക്കൊണ്ട് ഞങ്ങൾ നിനക്ക് മനഃപൂർവ്വമായി സ്തോത്രം ചെയ്യുന്നു. തിരുനാമത്തിലുള്ള സത്യവിശ്വാസത്തിൽ മരിച്ചവരെല്ലാവരോടും കൂടി ഞങ്ങൾ ആത്മാവും ശരീരത്തിലും നിന്റെ ദൈവമുള്ള നിത്യമഹത്വത്തിൽ സർവസമ്പൂർണ്ണതയും മോക്ഷവും അനുഭവിക്കേണ്ടത് നീ തിരഞ്ഞെടുത്തത് സംഘേശിക്കണം. തികച്ച് നിന്റെ രാജ്യത്തെ വേഗം വരുത്തുവാൻ നിന്റെ കരുണയുള്ള നന്മ കൊണ്ട് ഇഷ്ടം തോന്നണമെന്ന് ഞങ്ങളുടെ കർത്താവായ ശമശികാകുലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. കരുണയുള്ള ദൈവമേ, പുനരുത്ഥാനവും ജീവനുമായിരിക്കുന്ന ഞങ്ങളുടെ കർത്താവായ ശിവശിഹായുടെ പിതാവേ, അവനിൽ വിശ്വസിക്കുന്നവരെല്ലാം മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന് അവനെ വിശ്വസിക്കുന്നവർ ആരും എന്നേക്കുമായി മരിക്കുകയില്ലല്ലോ. അവനിൽ ഉറങ്ങുന്നവരെ കുറിച്ച് പ്രത്യാശയില്ലാത്ത മനുഷ്യരെ പ്രകടിപ്പിക്കരുതെന്ന് അവൻ തന്റെ വിശുദ്ധ അപ്പോസ്തലനായ പൗലോസിനെ കൊണ്ട് ഞങ്ങളോട് ഉപദേശിച്ചുവല്ലോ. പിതാവേ, ഞങ്ങൾ ഈ ആയുസ്സിനെ വിട്ടുപോകുമ്പോൾ ഞങ്ങളുടെ ഈ പിതാവ് അനുഭവിക്കുന്നു എന്ന് ഞങ്ങൾ ആശയുള്ള പ്രകാരം കർത്താവിൽ ഞങ്ങൾ സ്വസ്ഥതയെ അനുഭവിക്കുമാറാകേണ്ടതിനും ഒടുക്കത്തെ ദിവസത്തിലെ പൊതുവിലുള്ള പുനരുത്ഥാനത്തിൽ ഞങ്ങൾ നിന്റെ മുൻപാകെ പ്രിയമുള്ളവരായി കാണപ്പെടുമാറാകേണ്ടതിനും അന്ന് നിന്റെ ഇഷ്ടപുത്രൻ നിന്നെ സ്നേഹിച്ച് ഭയപ്പെടുന്നവരോട് എല്ലാവരോടും എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ട പൈതങ്ങളെ വരുവിൻ. ലോകാരംഭം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവിൻ എന്ന് അരുളി ചെയ്യുന്ന അനുഗ്രഹം ഞങ്ങൾക്ക് ലഭിക്കുമാറാകേണ്ടതിനും പാപമരണത്തിൽ നിന്നും നീതിയുടെ ജീവനിലേക്ക് ഞങ്ങളെ യോജിക്കണമെന്ന് ഞങ്ങൾ നിന്നോട് വിനയമായി അപേക്ഷിക്കുന്നു. കരുണയുള്ള പിതാവേ, ഞങ്ങളുടെ മധ്യസ്ഥനും രക്ഷിതാവുമായ യേശുക്രിസ്തുവിനാമൂലം ഇതിനെ നൽകണമേ. അതിന്റെ സ്ഥാനത്തിന് അവനെ അറിയുകയില്ല. അവന്റെ ഭക്തന്മാർ അവന്റെ നീതി മക്കളുടെ മക്കൾക്കും ഉണ്ടാകും. ആശീർവാദം നിത്യനും അമർത്യതയുള്ളവനും അദർശനമായ രാജാവായി പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഏകജ്ഞാനിയായ ദൈവത്തിന്റെ ബഹുമാനം മഹത്വവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം നിങ്ങളെ അനുദിനം ധൈര്യപ്പെടുത്തി ജീവിതാവസാനം ക്രിസ്തുവിന്റെ വിശ്വസ്ത സാക്ഷികളായിരിക്കുവാൻ നിങ്ങൾക്ക് കൃപ നൽകുമാറാകട്ടെ. ഇപ്പോൾ കുടുംബത്തിന്റെ നന്ദി അറിയിക്കാനായിട്ട് അവർ വിജയിക്കപ്പെടാൻ ക്ഷണിക്കുന്നത് നന്ദി പ്രകാശനം.
ഈ വിശുദ്ധ സൂക്ഷിക്കാൻ ഇടപാടിൽ സൂക്ഷിക്കുന്നത് കൊണ്ടുവന്ന എൻ്റെ അപ്പനെ ഞാൻ ഓർമ്മിച്ചാൽ ഈ അപ്പൻ കൊണ്ട വലിയ തവണയാണ് ഞാൻ മക്കളെ പത്താം ക്ലാസ് പാസ്സായി എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ വലിയ അച്ഛൻ ഒക്കെ ജോലി ചെയ്യുന്ന വീട്ടുടമസ്ഥരോട് വിളിക്കണം. ഇവിടെ ആ ഭൂവുടമ പറഞ്ഞു, എടാ ഇതിൻ്റെ മകനെ പഠിപ്പിക്കാൻ വേണ്ട, അവൻ നിന്റെ കൂടെ സഹായത്തിന് വന്നോട്ടെ, ഭക്ഷണം കൊടുക്കാം, വൈകുന്നേരം എന്തെങ്കിലും അവരുടെ കയ്യിൽ കൊടുക്കാം എന്ന് പറഞ്ഞു. പൂർവ്വ വിദ്യാഭ്യാസമില്ലാത്ത എൻ്റെ വലിയ തീരുമാനം അപ്പോൾ തന്നെ ആ കാർബോർഡ് നമുക്ക് നോക്കി പറഞ്ഞു, ഞാൻ എൻ്റെ മകനെ പഠിപ്പിക്കും. എൻ്റെ മകൻ എവിടെയൊക്കെ ചെന്നെത്താൻ പറ്റുമോ ആലയത്തെയൊക്കെ പഠിപ്പിക്കുന്ന ഒരു കാര്യം വായിക്കുവാൻ അറിയാത്ത, എന്നാൽ ഈ ലോകത്തെ കുറിച്ച് ദീർഘദർശനമുള്ള എൻ്റെ വലിയ കുസുമാണ്. പപ്പായെ വീട്ടിൽ പഠിപ്പിച്ചു. അത് കഴിഞ്ഞു ആരോ ഉപദേശിച്ചു കൊടുത്തു. ഉപദേശിച്ചതോടെ TTC പോയാൽ നല്ലതാണ് എന്ന് പറഞ്ഞു. TTC പഠനം കഴിഞ്ഞു. വേഗത്തിൽ ഗവൺമെന്റ് ജോലിയിൽ പ്രവേശിച്ചു. അതിനുശേഷം 54 വയസ്സ് വരെ ഞങ്ങൾക്ക് മക്കൾ തുറന്നുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ചു. അതിനെക്കുറിച്ച് ഒരു ഇടതുപക്ഷ ചിന്തകളുണ്ട്. ഇടതുപക്ഷ ആശയത്തിനോടൊപ്പം ചേർത്ത് സഭയിൽ കിട്ടുന്നതുകൊണ്ട് എൻ്റെ അമ്മയുടെ ബന്ധുക്കളൊക്കെ പറഞ്ഞിട്ടുണ്ട്, പാർട്ടിസാറിനെ കാണുന്നത് കയ്യിൽ മാത്രവും നിന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന ഒരാളെ, കാരണം അത്രത്തോളം തിരക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കുവാൻ പറ്റാത്ത. അതിനുശേഷം വളരെയധികം ഓർമ്മ തോന്നിയത് ഈ സഭയ്ക്ക് വേണ്ടി, ഈ സമൂഹത്തിന് വേണ്ടിയുമായിരുന്നു എന്ന് ഞാൻ പറയുന്നതിനേക്കാൾ ഈ പ്രദേശത്തിന് നന്നായി അറിയാം. അങ്ങനെയുള്ള ഓർമ്മത്തിനിടയിൽ രക്തബന്ധത്തിനേക്കാൾ കൂടുതൽ സൗഹൃദങ്ങളെ സൃഷ്ടിക്കുവാൻ അപ്പന് കഴിയും. ഞാൻ ഈ സഭയിൽ സന്ദർശനവും യുവജന പ്രസ്ഥാനവും എൻ്റെ ജീവിതവും ഈ സഭയും സമൂഹവുമായി ബന്ധപ്പെട്ട് തുടങ്ങുമ്പോൾ ഞാൻ അറിയപ്പെട്ടത് പാപ്പസാറിന് വളർത്തേണ്ടതില്ല. അതെനിക്ക് തന്നത് വലിയ ഇമേജായിരുന്നു, ഒരു വലിയ ലേഖലായിരുന്നു. അതുകൊണ്ട് തന്നെ ജീവിത യാത്രകളിലൊക്കെ അപ്പൻ ഞങ്ങൾക്ക് മുമ്പിൽ തന്ന ഒരു വലിയ സന്ദേശം, പഠിച്ച് ഒരു ജോലി ലഭിക്കണം എന്ന സാഹചര്യമില്ലാതെ ഈ അടുത്ത് ഒരു ജോലി നേടിയതിനു ശേഷം മക്കളെ വളർത്തുമ്പോൾ അതിൻ്റെ ഒരുപാട് അംശം അദ്ദേഹം പ്രതീക്ഷിക്കുന്നു. റിട്ടയർമെന്റിന് മുമ്പ് 54-ാമത്തെ വയസ്സിൽ നട്ടലിന് ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ അതിന്റെ ചികിത്സകളുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ വഴി മുഴുവനായത് മക്കളിൽ ഞാൻ മാത്രമാണ്. മൂത്തയാളപ്പോൾ എഞ്ചിനീയറിംഗിൽ പഠിക്കുന്നവരെയാൽ താഴ്ന്ന നിലയിൽ പഠിക്കുന്നതുകൊണ്ട് ഡിഗ്രി പഠിച്ചുകൊണ്ടിരുന്ന ഞാനാണ് അപ്പനോടൊപ്പം മെഡിക്കൽ കോളേജിന്റെ വരാന്ത നടന്നു പോകുന്നത്. അന്ന് കിടക്കയിലുള്ളതാണ്, ഒരിക്കലും നടക്കുവാൻ കഴിയില്ല എന്ന് വിചാരിച്ചെടുത്ത ചികിത്സയും പ്രാർത്ഥനയും അദ്ദേഹത്തെ എഴുന്നേൽപ്പിച്ച് നടത്തിക്കുവാൻ ഇടയായി. അതിനുശേഷം ഒരു വർഷം ചിറ്റൂർ ഗവൺമെന്റ് സ്കൂളിലെ അവിടുത്തെ നല്ലതായ സ്റ്റാഫ് അപ്പോൾ സ്കൂളിൽ ചെല്ലാതെ ദിവസങ്ങളിലൊക്കെ അറ്റൻഡൻസ് മാർക്ക് ചെയ്യുവാനുള്ള മഹാമനസ്പരമാക്കി തുടർന്ന് വീരോചിതമായ യാത്രയ്ക്ക് ആ സ്കൂൾ നൽകി.
അന്ന് ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ വീട്ടിൽ കൂടിയത് 1000-ഓളം ആളുകളായി. കാരണം അത്രത്തോളം പ്രാധാന്യത്തോടുകൂടി അദ്ദേഹം ഫോണിൽ ഈ നാട്ടിൽ വർദ്ധിച്ചതിന്റെ പ്രതികരണങ്ങളുണ്ടായി. റിട്ടയർമെന്റിന് ശേഷമാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ നന്മകൾ കാണുന്നതും അനുഗ്രഹം കാണുന്നതും. ഞങ്ങളോടൊപ്പം ഇരിക്കുവാൻ സമയം കിട്ടുന്നത് ഈ രോഗശീലിയിലേക്ക് വീണതിന് ശേഷമാണ് ഞാൻ പറഞ്ഞത്. അതിനുശേഷമാണ് ഞങ്ങൾ 3 പേരും വിവാഹം കഴിക്കുന്നത്. ഒരാൾക്ക് ഒരു ഉപജീവനമാർഗം വിദേശത്തെ എഞ്ചിനീയറായി നിൽക്കാൻ കൊണ്ടുവരാൻ കഴിയുകയും ചെയ്തു. അദ്ദേഹം വിവാഹം ചെയ്ത ആളും ഗവൺമെന്റ് തലത്തിൽ ഉപജീവനം ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ വിവാഹം ചെയ്യുന്നത് ഒപ്പം സ്കൂളിലെ ടീച്ചറായി. ശേഷം എൻ്റെ അന്യൻ സ്വന്തമായ ഉപജീവനമാർഗം നഴ്സിംഗ് വിഭാഗത്തിൽ പ്രവേശിച്ചു. അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് ഞാൻ ആലോചിക്കുന്നു, കൃത്യമായ ഉപജീവനമാർഗം ആ ഉപജീവനമാർഗത്തിൽ നിൽക്കാൻ ദൈവം ഇടയാക്കി നന്മകളൊക്കെ കാണുന്നത് അപ്പൻ റിട്ടയർമെന്റിന് ശേഷമാണ്. അതിനുശേഷത്തെ കാലം വളരെ ദുഃഖം പിടിച്ചതായി. പ്രത്യേകിച്ച് കിടക്കലായിരുന്ന ഒത്തിരി സന്ദർഭങ്ങളുണ്ടായിരുന്നു. സമയങ്ങളൊക്കെ അയാളെ ചേർത്ത് പിടിക്കുവാൻ ഒരുപാട് പേരുണ്ടായി. കൊച്ചുമക്കളെ കണ്ട് അവരോടൊപ്പം സന്തോഷിച്ച് ഇന്നലെ ദിവസം 18 ദിവസത്തെ വലിയ ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്ക് ശേഷം ഇന്ന് രാവിലെ 10:30 ഡയാലിസിസ് നിർദ്ദേശിച്ചതാണ്. ഇത് പോകുന്നതിന്റെ പ്രതികരണങ്ങളെ കുറിച്ചൊക്കെ ആയതുകൊണ്ട് ഇന്നലെ അതിന്റെ ആവശ്യമായിട്ടൊക്കെ അവരോടടുത്ത് ഇരിക്കുമ്പോഴും ഇപ്പം നമ്മളെല്ലാം തിരിച്ച് മരുമകളെയും മക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ തിരിച്ചറിഞ്ഞു. ധാരാളം സന്ദർശകരുണ്ടായിരുന്നു ഒരു ദിവസം. അവരെല്ലാവരും തിരിച്ചറിഞ്ഞു. അവരോട് സംസാരിക്കുവാൻ പറ്റുന്നില്ലെങ്കിലും അവരോട് ചിരിച്ച് അവരുടെ പരിചയം പുതുക്കിയതിന് ശേഷം രാത്രിയാണ് ഈ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകുന്നത്. ഈ 2 സഹോദരങ്ങളും ഇപ്പോൾ ഇവിടെയില്ല. 2 പേരും വിദേശത്താണ്. നാട്ടിലുള്ളൊരു പകരം ഞാൻ മാത്രമാണ്. എൻ്റെ സഭാസംബന്ധമായ പ്രവർത്തനങ്ങളില് വീടറിയുവാൻ പറ്റാത്തതുകൊണ്ട്, വീട്ടിൽ നിൽക്കുവാൻ പറ്റാത്തതുകൊണ്ട് 2 തവണ ഹാർട്ട് അറ്റാക്ക് പപ്പയുണ്ടായി. ഈ 2 സന്ദർഭങ്ങളിൽ ഏറ്റവും ശ്രദ്ധയോടുകൂടിയത് ഒരിക്കൽ ജീവിതത്തിൽ മറക്കാൻ പറ്റുന്നത് അയൽവാസികളാണ് ഓടിക്കുന്നത്. രക്തബന്ധുക്കളല്ല, അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ബന്ധുക്കളൊക്കെ അറിയണം. ഹോസ്പിറ്റലൈസ് ചെയ്തില്ല. ഏത് സമയത്തും പപ്പയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് ഇവരുടെ ആരെങ്കിലും ഒരാൾ കൂടുതൽ വരുമ്പോഴാണ് ഞാൻ അറിയുന്നത്. ഇവർ ഹോസ്പിറ്റലൈസ് ചെയ്ത് കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചിട്ട് ഞാൻ വരുന്നത് വരെ വെയിറ്റ് ചെയ്ത് അങ്ങനെ ഒത്തിരി പേര് ചുറ്റുമുണ്ട്. അപ്പോൾ ഈ ചുറ്റുമുള്ള ആളുകളെ സൃഷ്ടിച്ചതിലാണ് എൻ്റെ വിജയം എന്ന് ഞാൻ പറഞ്ഞു. ഈ അവസാന സമയങ്ങളിൽ ഞങ്ങളുടെ എൻ്റെ മമ്മിയുടെ അനിയത്തിയും ഭർത്താവും ഒരു സ്വദേശികളാണ്. അവർ വന്ന് 2 മാസത്തോളം എൻ്റെ വീട്ടിൽ ഇവരെ നോക്കാൻ മാത്രമാണ്. ഇത് വലിയ അതിശയമായിട്ട് ഞങ്ങളുടെ ബന്ധുക്കൾക്കിടയിൽ പോയി ചർച്ച ചെയ്യും. നാട്ടുകാർക്കത് അതിശയമായിരുന്നു. കാരണം എൻ്റെ അപ്പൻ മോശം പോയാൽ യൂറിൻ പോയാൽ വൃത്തിയെടുക്കുവാൻ, കഴുകി വൃത്തിയെടുക്കുവാൻ, സ്വീകരിക്കാൻ അവകാശ മനസ്സും പ്രത്യേകിച്ച് ഡിസ്റ്റൻസ് റിലേഷൻ ഞാൻ പറഞ്ഞത് മനസ്സിലാവും. മൊഴിയുടെ അനീതിയെ എനിക്ക് പറയുമ്പോൾ മൊത്തത്തിൽ ചെയ്യുന്നതിനെ കുഴപ്പമില്ല. അവരെ ചേർത്ത് നിർത്തി. അതോടുകൂടി അപ്പൻ്റെ ആരോഗ്യം തിരിച്ചു വന്നതെന്ന് ഞാൻ വിചാരിച്ചു. കാരണം അത്രത്തോളം മാറായി വഴികുത്തി വീട്ടിനുള്ളിൽ നടക്കുന്ന വിധത്തിൽ വളരെ കൃത്യമായ ആരോഗ്യം തിരിച്ചു വന്നു. പിന്നീട് പെട്ടെന്ന് ഇത് ഡൗണായി പോയി. ഇത്രത്തോളം ഞങ്ങളെ കരുതുവാനും കാക്കുവാനും കൂടെ നിൽക്കുവാനും അനേകർ ശ്രമിച്ചത് ശരിയായില്ല. പ്രത്യേകിച്ച് ബന്ധുക്കളായി പ്രവർത്തിക്കുന്നു. നമുക്കറിയാം
മലയാള സിനിമയുടെ പേരുണ്ട്. ബന്ധുക്കളും ശത്രുക്കളും ഏറ്റവും കൂടുതൽ ശത്രുത ആയി പോകുന്നത് ബന്ധുക്കളെയാണ് നമ്മൾ കാണുന്നത്, അനുഭവത്തിലുള്ളത്. എന്നാൽ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ചില സുഹൃത്തുക്കളും ചില ബന്ധുക്കളും യാത്രയാകുമ്പോൾ ഈ ശുശ്രൂഷയ്ക്ക് കൊടുക്കുന്ന അച്ഛൻ ഒരുപക്ഷെ അവരോട് ചോദിച്ചറിഞ്ഞ് പറഞ്ഞതായിരിക്കും, ഒരു ജനസമുദ്രത്തിന്റെ നടുവിൽ നിന്ന് യഥാർത്ഥ യാത്രയാകേണ്ടതായിരുന്നു. വളരെ അക്ഷരാർത്ഥത്തിൽ അത് ശരിയാണ്. കൊല്ലപ്പെട്ടാഗ്രഹമായിരുന്നെങ്കിൽ മന്ദിരങ്ങളുമായിരുന്നെങ്കിൽ ഒട്ടുമിക്ക അച്ഛന്മാരും കുറേയധികം ജനങ്ങളുമാണ് യാത്രയാത്ര ഇഷ്ടപ്പെടാം. അത്രത്തോളം ഞങ്ങളെ സ്വാധീനിക്കുകയും ഞങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കുകയും ഈ പ്രദേശത്തെ സ്വാധീനിക്കുകയും ചെയ്ത ഒരു പിതാവ് തന്നെയാണ് എന്നത് സംശയം. ഈ സമയത്ത് അങ്ങനെ ചേർത്ത് പിടിച്ചവരോട് നന്ദി പറയുവാൻ ഈ നല്ല സമയം ഞാൻ എടുക്കുകയാണ്. ഈ പ്രഭാതത്തിൽ വൈദ്യവൻ വിളിച്ചു പ്രതീക്ഷിച്ചത് ഈ സാഹചര്യത്തിൽ എത്തുവാൻ പറ്റുന്നില്ല എന്ന് അറിയുകയും കണ്ടുകൊള്ളുന്നത് അറിയിക്കുകയും ചെയ്യും. മഹാരാജ സെക്രട്ടറി പാർട്ടിയിലേക്ക് ഭാരവാഹികൾ, അതുപോലെ തന്നെ വിവിധ അച്ഛന്മാർ, ശുശ്രൂഷകർ, നിരവധി പേര് ഫോണിലൂടെ ഇപ്പോൾ ലൈവ് ടെലികാസ്റ്റ് ചെയ്യുന്നതും ഇതിലൂടെ കാണുന്ന ധാരാളം പേരുണ്ട്. ഇവരുടെയൊക്കെ നല്ല വാക്കുകൾക്ക് നന്ദി പറയുന്നു. ഇന്നത്തെ ഈ ക്രമീകരണങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്ന ധാരാളം പേരുണ്ട്. അതിനെ പേര് ഞാൻ പറയുന്നില്ല, അവരോടൊക്കെ ഞാൻ ഇത് പറയുന്നു. ശുശ്രൂഷകൾക്ക് ഈ ഇടവകയുടെ ശുശ്രൂഷകൾ കൃത്യമായി ഞാൻ പരിചയപ്പെട്ടു കഴിഞ്ഞതിൻ്റെ കളക്ട് ചെയ്തതിനെ വെച്ച സമയം മുതൽ ഞാൻ അദ്ദേഹമായി സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ പറയുകയും വളരെ കൃത്യമായി എന്നോട് പറയുകയും കുടുംബത്തോട് പ്രത്യേകിച്ച് കടന്നു വന്നതിൻ്റെ ലക്ഷ്യവും അനുഗ്രഹവുമായിട്ട് ഞാൻ മനസ്സിലാക്കും. അതിനുശേഷം ഇതിൻ്റെ ചുമതല വഹിക്കുവാൻ നെയ്യാപ്പള്ളി സഭയുടെ അച്ഛൻ വന്നിട്ടുണ്ട്. അച്ഛനോടുള്ള സന്തോഷം പറയും. ഞങ്ങളുടെ കുടുംബത്തെ ഏറ്റവും കൂടുതൽ തിരിക്കുകയും എന്നെ ഈ സമാശുശ്രൂഷയെ കുറിച്ച് നടത്തുവാൻ അത്യുത്സാഹം കാണിച്ച് എനിക്ക് വഴികാട്ടിയായിരുന്ന മധ്യസ്ഥയെ വിളിച്ച് കൊടുക്കുന്നു വന്നിട്ടുണ്ട്. അച്ഛനോട് ഈ എൻ്റെ കുടുംബത്തിൻ്റെ പേരുള്ള സന്തോഷം ഞാൻ അറിയിക്കുന്നു. കമ്മിറ്റിയംഗങ്ങൾ, ഈ പ്രിയപ്പെട്ടവർ, ഈ കൂടിയിരിക്കുന്ന എല്ലാവരും, എല്ലാ കാര്യങ്ങളും ക്രമീകരണം ചെയ്യുന്ന എല്ലാവരോടുള്ള സ്നേഹം അറിയിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയെ ഓർക്കുക. തുടർന്നുള്ള എല്ലാവിധമായ കാര്യങ്ങൾ ക്രമീകരിക്കപ്പെട്ട് നടക്കേണ്ടതിന് നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യമാണ്. എന്ന് പ്രത്യേകിച്ച് പറയുന്നു. ഇവിടെ ശേഷം ഇവിടെ ക്രമീകരണങ്ങൾ, ക്രമീകരണങ്ങളൊന്നുമില്ല. ഭവനത്തിലെ പ്രാർത്ഥനയുണ്ട്. അതിനുശേഷം അവിടെ ആഹാര ക്രമീകരണം ഉണ്ടായിരിക്കും അറിയിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ശുശ്രൂഷ ഇവിടെ അവസാനിക്കുകയാണ്. അവസരത്തില് സഞ്ചരിയിലേക്ക് Yeah.
നിൽക്കുന്നതുമില്ല. ജീവനോടിരിക്കുമ്പോൾ ഞങ്ങൾ മരണത്തിലിരിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം ന്യായമായി കോപിച്ചിരിക്കുന്ന കർത്താവേ, ഞങ്ങൾ നിന്നിൽ നിന്നല്ലാതെ പിന്നെ ആരിൽ നിന്ന് സഹായം അന്വേഷിക്കേണ്ടോ? എങ്കിലും മഹാപരിശുദ്ധ ദൈവമായ കർത്താവേ, മഹാശക്തിയുള്ള കർത്താവേ, പരിശുദ്ധതയും മഹാകരുണയുമുള്ള രക്ഷിതാവേ, നിത്യമരണത്തിന്റെ കൈപ്പായ വേദനകളിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കരുതേ. കർത്താവേ, നീ ഞങ്ങളുടെ ഹൃദയങ്ങളിലെ രഹസ്യങ്ങൾ അറിയുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നിന്റെ കരുണയുള്ള ചെവികൾ അടച്ചുകയരുതേ. എന്നാൽ ഞങ്ങളോട് കനിവുണ്ടാകണമേ. മഹാപരിശുദ്ധനായ കർത്താവേ, മഹാശക്തിയുള്ള ദൈവമേ, പരിശുദ്ധതയും കരുണയുമുള്ള രക്ഷിതാവേ, മഹായോഗ്യനും നിത്യനുമായ വിധികർത്താവേ, ഞങ്ങളുടെ ഒടുക്കത്തെ നാഴികയിൽ ഞങ്ങൾ യാതൊരു മരണവേദന കൊണ്ട് നിങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോകുവാൻ സമ്മതിക്കരുതേ. പ്രിയപ്പെട്ട എബ്രഹാം സാറിന്റെ അന്ത്യവിശ്രമത്തിനായിട്ട് ഈ കല്ലറ പ്രാർത്ഥിച്ച് ശുദ്ധീകരിക്കും. ശവക്കല്ലറയിലെ വിശ്രമത്താൽ ശവക്കുഴിയെ തന്റെ ജനങ്ങൾക്ക് പ്രത്യാശയുടെ കിടക്കയായി ശുദ്ധീകരിച്ച കർത്താവായ യേശു ക്രിസ്തുവേ, പുനരുത്ഥാനവും ജീവനുമായിരിക്കുന്ന നിന്റെ ദാസൻ സ്വസ്ഥത അനുഭവിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന പ്രകാരം ഈ ശവക്കുഴി നിന്റെ ദാസന്റെ ശരീരത്തിന് ഒരു വിശ്രമ സ്ഥലമായി തീരുവാൻ കൃപയല്ലേണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഈ സമയത്ത് കെട്ടുകൾ ഉണ്ടെങ്കിൽ അതടിക്കാം. ഈ കാലിലെ ബാൻഡ് ചെയ്തേക്ക് അതടിക്കണമെന്നില്ല. കയ്യിലെ കെട്ടുകൾ അടിക്കാം, മുഖത്തുണ്ടെങ്കിൽ അതടിക്കാം. അതിനുശേഷം മുഖം മൂടി തൊട്ടി അടയ്ക്കാം. മരിച്ചുപോയ നമ്മുടെ പ്രിയദാസന്റെ ആത്മാവിനെ തന്റെ അടുക്കലേക്ക് കൈക്കൊള്ളുവാൻ സർവശക്തിയുള്ള ദൈവത്തിന് തന്റെ മഹാകരുണ കൊണ്ട് ഇഷ്ടം തോന്നിയിരിക്കുകയാൽ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തുന്ന നമ്മുടെ കർത്താവായ യേശു മിശിഹാ മുഖാന്തരം നിത്യജീവങ്ങളിലേക്ക് ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള നിശ്ചയവും ഉറപ്പുമുള്ള പ്രത്യാശയോടുകൂടെ നാം ഈ ദാസന്റെ ശരീരത്തെ മണ്ണിന് മണ്ണായി, ചാരത്തിന് ചാരമായി, പുഴിക്ക് പുഴിയായി ഭൂമിക്ക് ഏൽപ്പിക്കുന്നു. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു, അത് പറഞ്ഞത് എഴുതുക. ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ, അതേ അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. നമുക്ക് നമ്മുടെ വിശ്വാസം ചേർന്ന് പ്രഖ്യാപിക്കാം. നിഖ്യ വിശ്വാസ പ്രമാണം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തതുമായുള്ള സകലത്തെയും സൃഷ്ടിച്ച ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകജാതനായ പുത്രനായി യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. അവൻ സർവ്വലോകത്തിൽപ്പെട്ടവൻ, ദൈവത്തിന് ദൈവം, പ്രകാശത്തിന് പ്രകാശം, സത്യദൈവത്തിന് സത്യദൈവം, ജനിപ്പിക്കപ്പെടാത്തവനല്ല, പിതാവിനോട് ഏകതത്വമുള്ളവനാൽ സകലവും ഉണ്ടായി. മനുഷ്യനായ സ്വർഗത്തിൽ നിന്നിറങ്ങി
പരിശുദ്ധാത്മാവനാൽ കരുതരിച്ച് മനുഷ്യനായി തീർന്നു. നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു. തിരുവചന പ്രകാരം മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. ഇനിയുള്ളവരെ മരിച്ചവരെയും ന്യായവിധിപ്പാൻ മഹത്വത്തോടെ വീണ്ടും വരും. രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല. കർത്താവ് ജീവിപ്പിക്കുന്നവനും പുത്രനും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനും കൂടെ വന്ദിക്കപ്പെട്ട മഹത്വപ്പെടുന്നവനും പരിശുദ്ധാത്മാവിനെ വിശ്വസിക്കുന്നു. സഭയിൽ ഞാൻ വിശ്വസിക്കുന്നു, അനുസരിക്കുന്നു. മരിച്ചവരുടെ ജീവിക്കുന്നു ഞാൻ കാത്തിരിക്കുന്നു. നമുക്ക് പ്രാർത്ഥന തുടങ്ങാം. സർവശക്തനായ ദൈവമേ, നിന്റെ പുത്രനും ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായുടെ ജ്ഞാന ശരീരത്തിൽ ഏകമായ സംസർഗത്തിലും കൂട്ടായ്മയിലും നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൂട്ടിച്ചേർത്തിരിക്കുന്നുവല്ലോ. നീ മായം കൂടാതെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ള പറഞ്ഞു തീരാത്ത ആനന്ദങ്ങൾ പ്രവേശിക്കുവാൻ ഞങ്ങളെ സകല സുഹൃതവും ദൈവത്തിലുള്ള നടപ്പിൽ നിന്റെ അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധന്മാരെ അനുഗ്രഹിക്കേണ്ടത് ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹാ മൂലം ഞങ്ങളെ കൃപ നൽകണമേ. സകല മനുഷ്യരുടെയും പിതാവായ ദൈവമേ, സർവ്വ ലോകത്തിന്റെയും ആവശ്യങ്ങളെ ഞങ്ങൾ നിങ്ങൾ ഭരമേൽപ്പിക്കുന്ന വിദ്വേഷമുള്ളിടത്ത് സ്നേഹവും ഭിന്നിച്ചിരിക്കുന്നിടത്ത് ക്ഷമയും ആശ്രയമില്ലാതിരിക്കുന്നിടത്ത് വിശ്വാസവും ദുഃഖിക്കുന്നവർക്ക് പ്രത്യാശയും അന്ധകാരത്തിലിരിക്കുന്നവർക്ക് പ്രകാശവും നൽകണമെന്ന് ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനും രക്ഷിതാവുമായ യേശുമിശിഹാ മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. വിശ്വാസത്തോടെ ആശീർവാദം സ്വീകരിക്കുവിൻ. നമ്മുടെ പുനരുത്ഥാനവും ജീവനുമായ യേശുമിശിഹായുടെ സ്നേഹം നിങ്ങളെ അവങ്ങളിലേക്ക് ആകർഷിക്കുമാറാകട്ടെ. നമ്മുടെ പുനരുത്ഥാനം ജീവനുമായ യേശുമിശിഹായുടെ ശക്തി നിങ്ങളെ അവന്റെ ശുശ്രൂഷയ്ക്കായി ബലപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ പുനരുത്ഥാനവും ജീവനുമായ യേശുമിശിഹായുടെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിറയുമാറാകട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളുടെ ഇടയിലുണ്ടായ എല്ലായ്പ്പോഴും നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. കർത്തൃകാഹളം യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കുമ്പോൾ നിത്യമാം പ്രഭാതശോഭിതത്തിൽ പാർത്തവേ രക്ഷപ്പെട്ടോരക്കരെ കൂടിയാകാശേ വിളിക്കും നേരം കാണും എൻ പേരും വിളിക്കും നേരം കാണും വിളിക്കും നേരം കാണും വിളിക്കും നേരം കാണും വിളിക്കും നേരം കാണും എൻ പേരും. പ്രാർത്ഥിക്കാം. സകല നന്മകളുടെയും ഉറവിടമായ ദൈവമേ, പ്രിയ എബ്രഹാം സാറിൻ്റെ ജീവിതത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി കരയറ്റുന്നു. ഒരു പുരുഷായുസ് മുഴുവൻ കർത്താവേ, അങ്ങയുടെ മുഖത്തേക്ക് നോക്കി ജീവിക്കുവാനുള്ള ഭാഗ്യം പ്രിയപ്പെട്ടവന് നീ നൽകിയല്ലോ. ദൈവമായ കർത്താവേ, നല്ല വാർദ്ധക്യത്തിൽ പ്രിയ മക്കളുടെ പരിചരണങ്ങൾ ഏറ്റുകൊണ്ട്, പ്രിയപ്പെട്ടവരുടെ പരിചരണങ്ങൾ ഏറ്റുകൊണ്ട് കർത്താവെ സുബോധത്തോടെ നിത്യസ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുവാൻ പ്രിയ പിതാവിനെ അങ്ങ് അനുവദിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, പ്രതികൂലമായ സാഹചര്യത്തിലും കർത്താവെ എത്രത്തോളം അനുഗ്രഹമായി ശുശ്രൂഷ നിറവേറ്റുവാൻ സ്വർഗത്തിലെ ദൈവം അനുവദിച്ചുവല്ലോ. ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ട അക്കാമയെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, പ്രിയപ്പെട്ടവളെ അവിടുന്ന് ശക്തീകരിക്കണം, ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അജിയെയും കുടുംബത്തെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിജയച്ചനെയും കുടുംബത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, റജിയെയും കുടുംബത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മറ്റ് പ്രിയപ്പെട്ടവരെല്ലാം കർത്താവിൻ്റെ പാദപിടുത്തങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനത്താൽ നിന്റെ മക്കളെ അവിടുന്ന് ശക്തീകരിക്കണമേ. പ്രിയപ്പെട്ടവന്റെ നന്മ അനുഭവിച്ച ഈ ദൈവസഭയെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന കർത്താവെ, ഒട്ടനവധി ദൈവദാസന്മാരെ കരുതുവാനും അവരുടെ ശുശ്രൂഷയിൽ കർത്താവെ ചേർന്നിൽപ്പാനും പ്രിയപ്പെട്ടവരെ നീ അനുവദിച്ചതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നാഥാദിന്റെ കരങ്ങളിൽ പ്രിയപ്പെട്ടവന്റെ ജീവിതം സുരക്ഷിതമായിരിക്കിയാൽ സ്തോത്രം. ഞങ്ങളുടെ സമയം വരുമ്പോൾ സ്വർഗീയ പിതാവിന്റെ കർത്താവെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് അവിടുത്തെ വിശുദ്ധന്മാർക്ക് ഒരുക്കുന്ന സ്വർഗീയ പർദീസയിലേക്ക് ഞങ്ങളും ചേർക്കപ്പെടുവാൻ സഹായിക്കണം. സകല നന്മകളാലും വഴി നടത്തുന്ന ശുശ്രൂഷയിൽ കൂടെ കൃപയ്ക്കായി സ്തോത്രം. ശുശ്രൂഷക്കാട്ട് അവിടുത്തെ അഭിഷേകത്തിനെ ബലപ്പെടുത്തിയതിനായി സ്തോത്രം. സകലരെയും അനുഗ്രഹിക്കണം യേശുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ.
കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. നമുക്ക് സമാധാനത്തോടെ ആയിരിക്കാം. ഈ ശുശ്രൂഷയിൽ നേതൃത്വം നൽകിയ മാത്യൂസ് ഡേവിഡ് അച്ഛൻ, കൊല്ലം കൊട്ടാരക്കര ഡയസിൽ നിന്ന് നമ്മുടെ മധ്യത്തിൽ വന്നിരിക്കുന്ന സാവിത്രി റോയി അച്ഛൻ, ഞങ്ങൾ ഒരേ സമയത്ത് സെമിനാറിൽ പഠിക്കുക. ഈ ഇടവകയുടെ ശുശ്രൂഷ ഡിസ്റ്റൻസ് സാറ്, മറ്റെല്ലാ പ്രിയപ്പെട്ടവരോടും നന്ദി അറിയിക്കുന്നു. പ്രിയപ്പെട്ട വിജയച്ചനുണ്ട്, അച്ഛനോട് നന്ദി അറിയിക്കുന്നു. വളരെ അനുകൂലമായ ഒരു കാലാവസ്ഥ ദൈവം ഒരുക്കി. അത് ഇദ്ദേഹത്തോടുള്ള ദൈവിക കരുണയുടെ ഒരു ലക്ഷണം. അതുകൊണ്ട് ഈ ശുശ്രൂഷയെ വ്യാപരിച്ച് ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. തുടർന്നും ഈ വീടിനെ പ്രത്യേകം പ്രാർത്ഥിക്കണം, പ്രാർത്ഥനയിൽ ഓർക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ഈ പെട്ടി താഴേക്ക് ഇറക്കി വയ്ക്കാനായിട്ടും ബാക്കി ക്രമീകരണം ചെയ്യാനുള്ളവർ മാത്രം ഇവിടെ നിൽക്കുക, ബാക്കിയുള്ളവർക്ക് പിരിയുക. അങ്ങോട്ട് പോകട്ടെ.